ഏറ്റവും കൂടുതൽ ആളുകൾ ബൈപ്പാസ് ശസ്ത്രക്രിയയെ അല്ലെങ്കിൽ ബൈപ്പാസ് ശസ്ത്രക്രിയയ്ക്കായി പോകുന്നത് കാൽഷ്യം അടങ്ങിയ ബ്ലോക്കുകൾക്കാണ്. എന്താണ് കാൽഷ്യം അടങ്ങിയ ബ്ലോക്കുകൾ ഉണ്ടാക്കുന്ന പ്രശ്നം? രക്തധമനിയിലെ കാൽഷ്യം അടങ്ങിയ ബ്ലോക്കുകൾ നീക്കം ചെയ്യാൻ നന്ദി പാടുപെടുകയാണ് പതിവ്. നമ്മൾ സാധാരണഗതിയിൽ ബലൂൺ ശസ്ത്രക്രിയ എന്ന് പറഞ്ഞാൽ ബലൂൺ ഒരു വയറിൻ്റെ സഹായത്തോടെ അകത്ത് കയറ്റി അതിനെ വികസിപ്പിച്ച ശേഷം രക്തധമനിയിലെ ബ്ലോക്കുകൾ നീക്കം ചെയ്യുകയും അതിനുശേഷം ഒരു ലോഹനിർമ്മിതമായ സ്റ്റെൻറ്റ് നിക്ഷേപിക്കുകയും ചെയ്യുകയാണ് പതിവ്. ഇവിടെ കാൽഷ്യം അടങ്ങിയ ബ്ലോക്കുകളെ ബലൂണിൻ്റെ സഹായത്തോടെ വികസിപ്പിക്കാൻ പലപ്പോഴും നമ്മൾ ബുദ്ധിമുട്ടുകയാണ് ഉണ്ടാകുന്നത്. എങ്ങനെ ബലൂൺ ഈ കാൽഷ്യം അടങ്ങിയ ബ്ലോക്കുകൾ നീക്കം ചെയ്യാൻ എന്ന് പറഞ്ഞാൽ, കാൽഷ്യം അടങ്ങിയത് രക്തധമനികളുടെ അകത്തെ പ്രതലത്തിലാണോ പുറത്താണോ എന്നതനുസരിച്ചിരിക്കും. അകത്തുള്ള തലത്തിലാണ് എങ്കിൽ അതിനെ നമ്മൾ ചുരണ്ടിക്കളയുന്നതിന് ഉപയോഗിക്കുന്ന അത്തറക്ടമി എന്ന ഡിവൈസസ് ഉപയോഗിക്കാവുന്നതാണ്. റൊട്ടേഷണൽ അത്തറക്ടമി, ഓർബിറ്റൽ അത്തറക്ടമി എന്ന രണ്ട് ഡിവൈസിൻ്റെ സഹായത്തോടെ ഈ കാൽഷ്യം ചുരണ്ടിക്കളയുകയും അതിനുശേഷം ബലൂൺ വെച്ച് വികസിപ്പിച്ച് സ്റ്റെൻറ്റ് നിക്ഷേപിക്കുകയുമാണ് പതിവ്. പക്ഷെ എങ്ങനെയാണ് ഈ കാൽഷ്യം അകത്തുള്ള തലത്തിൽ കണ്ടെത്തുന്നത്? നമ്മൾ രക്തധമനിക്ക് ഉള്ളിൽ കടന്ന് ഇമേജിൻ്റെ സഹായത്തോടെ, അതായത് നമ്മൾ സാധാരണഗതി ഗർഭിണിയായ സ്ത്രീകളെ വയറിൽ സ്കാൻ ചെയ്യുന്നത് പോലെ രക്തധമനിക്കുള്ളിൽ തന്നെ സ്കാൻ ചെയ്ത് ഇത് കണ്ടെത്താവുന്നതാണ്. അതിന് രണ്ട് തരം സ്കാനുകളാണ് ഉപയോഗിക്കുന്നത്. ഒന്ന് സൗണ്ടിൻ്റെ സഹായത്തോടെയുള്ള ഇൻട്രവാസ്കുലർ അൾട്രാസൗണ്ട്, പിന്നെ പ്രകാശത്തിൻ്റെ സഹായത്തോടെയുള്ള ഓപ്റ്റിക്കൽ കൊഹറൻസ് ടോമോഗ്രാഫി, OCT എന്ന് പറയും. ഈ രണ്ടിൻ്റെയും സഹായത്തോടെ ഇത് കണ്ടെത്തിയ ശേഷമാണ് ചികിത്സ. അത്തറക്ടമി അല്ലാതെ എന്തെങ്കിലും ചെയ്യാമോ? പറ്റും. ചില പ്രത്യേക തരം ബലൂണുകൾ, അതായത് നമ്മൾ വൃക്കകളിലെ സ്റ്റോണുകൾ പൊടിച്ചു കളയുന്ന ലിത്തോട്രിപ്സി എന്ന ഉപയോഗിക്കുന്നതിന് സമാനമായ ഇൻട്രവാസ്കുലർ ലിത്തോട്രിപ്സി എന്ന ബലൂണിൻ്റെ സഹായത്തോടെ, പിന്നെ ചിലപ്പോൾ ബലൂൺ കൊണ്ട് വികസിപ്പിക്കുന്ന നമ്മൾ 30 അറ്റ്മോസ്ഫിയർ പ്രഷറിലാണ് കൂടുന്നത്. അതിനേക്കാൾ കൂടുതൽ 2 ലെയറുള്ള ബലൂണുകൾ, നമ്മൾ OPN ബലൂൺ അല്ലെങ്കിൽ ഹൈ പ്രഷർ ബലൂൺ, അതിൻ്റെ സഹായത്തോടെയും പൊട്ടിച്ചു കളയാവുന്നതാണ്. അപ്പം നിങ്ങൾ ചോദിക്കാം, എന്തിനാണ് ഈ കാൽഷ്യം അടങ്ങിയ ബ്ലോക്കുകൾ പൊട്ടിച്ചു കളഞ്ഞില്ലെങ്കിൽ എന്ത് പറ്റും? 3 പ്രശ്നങ്ങളാണ് ഉണ്ടാവുന്നത്. ഒന്ന്, സ്റ്റെൻറ്റ് വികസിക്കുകയില്ല. സ്റ്റെൻറ്റ് വികസിക്കാതിരുന്നാൽ അതിനകത്ത് ക്ലോട്ട് ഡെവലപ്പ് ചെയ്യുന്നതിന് സാധ്യത ഉള്ളതുകൊണ്ട് രോഗി ഹൃദയാഘാതത്തിന് ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് ഉടൻ തന്നെ വീണ്ടും വരികയും സ്റ്റെൻറ്റ് ത്രോംബോസിസ് എന്ന മാരകമായ രോഗത്തിന് അടിമപ്പെടുകയും ചെയ്യാം. രണ്ടാമത്തെ പ്രശ്നം, നമ്മൾ ഈ ബലൂൺ വികസിപ്പിക്കുന്ന സമയത്ത് രക്തധമനികൾ പൊട്ടി പെർഫറേഷൻ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. അങ്ങനെയുള്ള രോഗികൾ മരണം ബലൂൺ ശസ്ത്രക്രിയ സമയത്ത് തന്നെ സംഭവിക്കാവുന്നതാണ്. മൂന്നാമത്തത്, രോഗി എത്രയും പെട്ടെന്ന് മരിച്ചു റീസ്റ്റിനോസിസ് അല്ലെങ്കിൽ വീണ്ടും ബ്ലോക്കുമായി വരാനുള്ള സാധ്യതയുണ്ട്. ഇത് മൂന്നും ഒഴിവാക്കാനാണ് നമ്മൾ വ്യക്തമായ രീതിയിൽ രക്തധമനിയിലെ ബ്ലോക്കുകളെ നീക്കം ചെയ്ത ശേഷം മാത്രം സ്റ്റെൻറ്റ് നിക്ഷേപിക്കുന്നത് നല്ലതാണ്. ഇതിന് ചിലവ് കൂടിയ ചികിത്സയാണ്. ഒപ്പം ഇതിന് ബൈപ്പാസ് ശസ്ത്രക്രിയയ്ക്ക് വിധേയരാകാൻ വയ്യാത്തവർക്ക് എന്നും ഇതൊരു അത്താണിയാവുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെ സൗകര്യങ്ങൾ വേണം? ഡോക്ടർ ഇത് ചെയ്യുന്നതിന് കേപ്പബിൾ ആയിരിക്കണം. ഇതിനുള്ള സൗകര്യങ്ങളുള്ള ആശുപത്രിയിൽ പോകണം. 3, നമുക്ക് സാമ്പത്തികം അല്പമെങ്കിലും മറ്റതിനേക്കാൾ കൂടുതൽ ചിലവാക്കാൻ തയ്യാറാവുന്നവർ മാത്രം ഇതിന് പോകുക. അപ്പോൾ കാൽഷ്യം അടങ്ങിയ ബ്ലോക്കുകൾ പലപ്പോഴും നിങ്ങളെ ഭയപ്പെടുത്താറുണ്ട്. ബൈപ്പാസ് ശസ്ത്രക്രിയ അല്ലാതൊരു ചികിത്സാ രീതി ഇല്ല എന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. അല്ല, ഇതിനു പകരം ചികിത്സ ഉണ്ടെന്ന് ബോധ്യപ്പെടുത്തുക മാത്രമല്ല, ബൈപ്പാസ് ശസ്ത്രക്രിയയ്ക്ക് തത്തുല്യമായ ചികിത്സ ബലൂൺ ശസ്ത്രക്രിയയിലൂടെ ചെയ്യും എന്ന് ബോധ്യപ്പെടുത്തുകയാണ് എൻ്റെ ഉദ്ദേശം.